യേശുവോട് ചോദിച്ചു, ആരാ ഇതിന് കാരണക്കാർ? യേശു പറയും, ആരാധനയ്ക്ക് ഇറങ്ങിത്തിരിച്ച 3 പേരുടെ അവിശ്വാസം. പൊന്ന് കാൽക്കൽ വെക്കാൻ ഇവൻ തയ്യാറാ, പക്ഷേ ഇവൻ സംശയം ചോദിക്കുന്നത് കൊട്ടാരത്തിലാ. ഞങ്ങൾക്ക് ഇന്ന് രാത്രി കാഴ്ചവെക്കാൻ പൊന്നില്ല, പക്ഷെ ഞങ്ങൾ സംശയം ചോദിക്കുന്നത് തുറന്ന സ്വർഗത്തോടാ. പ്രകാശത്തെ വാരി ചുറ്റി തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്ന അപ്പൻ ഈ രാത്രി മറുപടി പറയണം. ഈ രാത്രി ദേശത്തിന്റെ ഗതിവിഗതികളെ ദൈവാത്മ മാറ്റും. ദൈവത്തിന്റെ മഹത്വം ഈ രാത്രി വെളിപ്പെട്ട് നിൽക്കുകയാണ്. ഞാൻ നിൽക്കുന്ന ഈ പുൽപിറ്റിൽ, നിങ്ങൾ ഇരിക്കുന്ന ഈ ഹാളിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെട്ട് നിൽക്കുകയാണ്. പർവ്വതത്തിന്റെ മുകളിൽ മോശ ഇരിക്കുമ്പോ മോശയുടെ അളവിൽ മേഘമിറങ്ങി നല്ല നാം വായിക്കുന്നേ. മോശ ഇരിക്കുന്ന പർവ്വതത്തെ മേഘം മൂടിയെന്ന. ഇരിക്കുന്ന നിന്റെയും എന്റെയും അളവിലല്ല മേഘമിറങ്ങുന്നത്. ആമേൻ. ഇരുത്തിയ ദൈവത്തിന്റെ അളവിലാ ഈ രാത്രി മേഘമിറങ്ങുന്നത്. ഇരിക്കുന്ന പർവ്വതത്തെ മൂടുന്ന ദൈവത്തിന്റെ മേഘം. തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ, പ്രകാശത്തെ വാരി ചുറ്റിയിരിക്കുന്നവൻ. ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. റൂമാലിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന ശക്തി സഭയ്ക്കകത്ത് വെളിപ്പെടുമെങ്കിൽ ഈ രാത്രി അത് സംഭവിക്കട്ടെ. എല്ലാ കരങ്ങളും ഉയരട്ടെ, എല്ലാ കരങ്ങളും ഉയരട്ടെ. Are you Lord God Almighty? Worthy is the Lamb, worthy is the Lamb. You are holy. Are you Lord God Almighty? Worthy is the Lamb. You are holy. കർത്താവിന് ഇഷ്ടമാണ്. അവനെ ഹോളി എന്ന് വിളിക്കുന്നത് അവന് ഇഷ്ടമാണ്. പ്പെട്ട അഭിഷിക്തന്മാർ നാളുകൾ കാത്തിരുന്നു പോകുമ്പോഴും അവന്റെ ജീവിതത്തിന്റെ കാത്തിരിപ്പിന്റെ ഏതോ ഒരു നിമിഷത്തിലാണ് ദൈവം അവനെ സ്പർശിച്ചത്. ഏതോ ഒരു നിമിഷത്തിൽ. ശ്രദ്ധിക്കൂ പ്രിയരെ, പ്രഭാതത്തിൽ 9 മണി മുതൽ നമ്മൾ തുടങ്ങി. ആമേൻ. ഇന്ന് രാത്രി 11 പോകുന്നു.
ഇതുവരെയും ഒന്നും സംഭവിച്ചു കാണത്തില്ല, പറയാനൊക്കത്തില്ല. ഇനിയുമുള്ള ഏതോ ഒരു നിമിഷമാണ് സ്വർഗം നമ്മളെ സ്പർശിക്കാനിരിക്കുന്നത്. അനേക മീറ്റിങ്ങുകളിൽ പ്രസംഗിക്കാൻ ഭവനത്തിൽ നിന്ന് പ്രാർത്ഥിച്ചിറങ്ങി മീറ്റിങ്ങിന് ചെന്നു ചേരുവോളം ഒരു സ്പർശനവും അനുഭവിക്കാത്ത ദിനങ്ങൾ എന്റെ ജീവിതത്തിലുണ്ട്. പക്ഷേ ആ മീറ്റിങ്ങിന്റെ ഏതോ ഒരു സമയം പരിശുദ്ധാത്മാവായൊരു കൂടിക്കാഴ്ച നടത്താൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. അതേത് സമയമാണെന്ന് പറയാനൊക്കത്തില്ല, ഏത് സമയമാണെന്ന് പറയാനൊക്കത്തില്ല. ഏലിയാവ് പറഞ്ഞത് ഓർമ്മയില്ലേ? ഞാൻ എടുക്കപ്പെടുന്നത് കാണുന്നു എങ്കിൽ നിനക്കങ്ങനെ ഉണ്ടാകും. ഏലിയാ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അതേ സമയത്താണ് എലീശായെ നീ കുതിച്ചുകൊണ്ടിരിക്കുന്ന പുതപ്പ് താഴേക്ക് വരുന്നത്. ഞാൻ എടുത്തുകൊള്ളപ്പെടുന്നത് നീ കാണുന്നെങ്കിൽ എന്ന് അവൻ പറഞ്ഞത് എന്തിനാണെന്നറിയാമോ? പുതപ്പ് താഴേക്ക് വരുന്നത് കണ്ടുപിടിക്കാനുള്ള അതീവ ഗൗരവത്തോടെ ഇരുന്നെങ്കിൽ മാത്രമേ നീ അഭിഷേകത്തെ സ്വീകരിക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ വീണ്ടും ഒരു 20 മണിക്കൂർ ഒത്തിരി ആവേശത്തുമർപ്പിൽ സന്തോഷിച്ചു മടങ്ങിപ്പോകാം. അടുത്ത ദിവസം സ്റ്റേജിൽ കയറി നിൽക്കുമ്പോഴും ഒന്നും സംഭവിക്കുക. ഈ രാത്രി അല്പനിമിഷങ്ങൾ കരയാൻ തയ്യാറാവുക. വിശ്വസിക്കുന്നവനിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പമെന്ന് പറയുന്ന ദൂത്, കാൽവരി ക്രൂശിൽ തകർക്കപ്പെട്ടവനായി കല്ലറയ്ക്കകത്ത് കയറുന്ന യേശു കർത്താവിനെ ഉയർപ്പിച്ച ശക്തി വ്യാപരിച്ച ദൂത. ആ ശക്തി വ്യാപരിച്ചത് എപ്പോഴാ? നേരത്തെ വായിച്ച വാക്യം മറന്നു പോകരുത്. പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നത് എന്നിവർ അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞവസാനിപ്പിക്കുന്ന സമയം അവന്റെ ഉള്ളത്തിലേക്ക് പകരപ്പെട്ടിരിക്കുന്നത് 3-ാം ദിനം പുറത്തു വരുന്ന ദൈവശക്തിയാ. അഭിഷേകത്തിന്റെ പകർച്ച 3 ദിവസം കഴിഞ്ഞ് വെളിപ്പെട്ടു വരുന്നതിന്റെ റിസൾട്ട് പക്ഷേ പകരപ്പെട്ടതിന് മുന്നമേ പറയത്തുള്ളൂ. ഞാൻ പോയി കണ്ടെത്തി മടങ്ങി വരുന്നത് വരെ നിങ്ങൾ ഇവിടെ നിൽക്ക്, അല്ലെങ്കിൽ ഇതുങ്ങളെ 3 എണ്ണത്തെയും കൊണ്ടുപോകും രാജാവ് പറഞ്ഞ സ്ഥലത്ത്. രാജാവും കിങ്കരന്മാരും എന്റെ യേശു കർത്താവിനെ നശിപ്പിക്കാൻ കാലിത്തൊഴുത്ത് തിരക്കി ചെന്നാൽ ഞാൻ ഇന്ന് രാത്രി പ്രസംഗിക്കും, ഇവൻ ചെല്ലുന്നതിന് മുൻപ് സ്വർഗം എന്റെ യേശു കർത്താവിനെ മാറ്റിയിരിക്കും. യേശു കർത്താവിന്റെ ശിരസല്ല മുറിഞ്ഞു വീഴുന്നത്, ജോസഫിന്റെ കഴുത്തല്ല ഖണ്ഡിക്കപ്പെടുന്നത്, മറിയത്തിന്റെ ശിരസല്ല മുറിയുന്നത്. ആരാധനയ്ക്കിറങ്ങാൻ നിയോഗം കിട്ടിയ 3 പേരുടെ ശിരസ് മുറിയുമെന്ന് സ്വർഗം അറിഞ്ഞാൽ ഒരിക്കൽ ആരാധനയ്ക്ക് നിയോഗം തന്നതിന്റെ പേരിൽ ഇന്ന് പകലും നമ്മുടെ ശിരസ് മുറിയാതിരിക്കേണ്ടതിന് ആലോചന പറയുന്ന ദൈവം ഈ രാത്രി ജീവിച്ചിരിക്കുകയാണ്. ഈ രാത്രി പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ടോ? നമ്മുടെ മാതാപിതാക്കൾ അടക്കമുള്ള നമ്മുടെ കുടുംബ ജീവിതത്തിന്റെ തകർച്ചകൾക്ക് ആരംഭം കുറിച്ച ഒരുപറ്റം വ്യക്തികളുടെ ലിസ്റ്റ് നിന്റെ മനസ്സിനകത്ത് കിടക്കുമ്പോഴും ഇന്ന് രാത്രി വർഷങ്ങൾ പിറകോട്ട് പോയി നിന്ന് നിനക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമോ? പിതാവേ, അവരറിഞ്ഞില്ല. എന്റെ യേശു അപ്പച്ചനത് പ്രാർത്ഥിക്കുമ്പോ ആത്മാവിൽ അഭിഷേകമുള്ള എന്റെ യേശു കർത്താവിന്റെ ഉള്ളം തുടിക്കുന്ന ഒരു നിമിഷമുണ്ട്. എന്റെ പ്രാർത്ഥനാവാചകങ്ങൾ പുറത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ അലറിക്കരയുന്ന അന്ധകാരമണ്ഡലങ്ങൾ. കാരണം പകയില്ലാതെ ക്ഷമയുടെ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന അഭിഷിക്തനെ തൊടാൻ പൈശാചിക വ്യാപാരങ്ങൾക്ക് ഈ രാത്രി കഴിയത്തില്ല. ആമേൻ. പ്രാർത്ഥിക്കണം പ്രിയരെ. ഈ രാത്രിയിൽ നമ്മുടെ ഉള്ളത്തിൽ അനേകരുടെ ലിസ്റ്റ് കിടപ്പുണ്ട്. മാനുഷികമായി പിണങ്ങാൻ ചാൻസുള്ള അനേക സംഭവങ്ങൾ ഉള്ളത്തിൽ കിടക്കുമ്പോഴും നമ്മളിൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തിയാൽ ഈ രാത്രി പറയണം, കർത്താവേ, അറിഞ്ഞില്ല. പുനലൂരിൽ ഒരിക്കൽ മീറ്റിംഗ് നടക്കുമ്പോ കർത്താവിന്റെ ദാസൻ ലീഡ് ചെയ്തപ്പോ ദൈവത്തിന്റെ ദാസൻ പറഞ്ഞു, തൊട്ടടുത്തിരിക്കുന്ന ആളുടെ കരത്തിൽ പിടിക്കണം. എല്ലാവരും എഴുന്നേൽക്കുന്ന സമയം. എല്ലാവരും അങ്ങോട്ട് എഴുന്നേറ്റോണ്ടിരിക്കുമ്പോ അകത്തേക്ക് ആളുകൾ പ്രവേശിക്കും. അടുത്തിരിക്കുന്ന ആളുടെ കരത്തിൽ പിടിക്കാൻ പറഞ്ഞു. തൊട്ടടുത്തിരിക്കുന്ന ആളുടെ കരത്തിൽ കണ്ണടച്ച് ഒരാന്റി ഇങ്ങനെ ചോർത്ത് പിടിച്ചു, പ്രാർത്ഥിച്ചു. ദൈവദാസൻ പറഞ്ഞത്, നിന്റെ കരത്തിൽ പിടിച്ചിരിക്കുന്ന വ്യക്തിയെ എത്രമാത്രം അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കാൻ കഴിയുമോ അത്രമാത്രം അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കാൻ. ശക്തമായി അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കാൻ കരമങ്ങോട്ട് മുറുക്കി കണ്ണു തുറന്നപ്പോ ഈ ആന്റി കണ്ടത്
തന്റെ ഏക മകൻ മരിക്കാൻ കാരണക്കാരിയായ തന്റെ അനിയത്തിയുടെ കരത്തിലാണ് താൻ പിടിച്ചേക്കുന്നത്. മകനെ പഠിപ്പിക്കാൻ അനിയത്തിയുടെ വീട്ടിൽ കൊണ്ടു നിർത്തി. മകൻ മരിച്ചുപോയി. മരിച്ചതല്ല, കൊന്നതാ. ഇതിന്റെ ആഘാതത്തിൽ അപ്പൻ ഹൃദയം പൊട്ടി മരിച്ചു. മകളും അമ്മയും മാത്രം വീട്ടിലായി. അന്നൊരു തീരുമാനമെടുത്ത് അനിയത്തിയുമായി ഇനി ജീവിതത്തിൽ ഇനിയൊരു ബന്ധം വേണ്ട. പുനലൂരിൽ നടക്കുന്ന പവർ മിനിസ്ട്രിയിൽ പങ്കെടുക്കാൻ ഇവർ രണ്ടുപേരും അറിയാതെ കയറി വന്നു. കൈവിടാൻ തുടങ്ങിയപ്പോ വീണ്ടും അനൗൺസ്മെന്റ്. നിന്റെ തൊട്ടടുത്തിരിക്കുന്ന വ്യക്തി ആവോളം അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവ് പറയുന്നു. പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവരെ കരം പിടിച്ച് ക്ഷമിച്ചു പ്രാർത്ഥിക്കുകയാണ്. അഭിഷേകത്തിന്റെ അടുത്ത തലത്തിലേക്ക് ഈ പുലർച്ചയിലെങ്കിലും പ്രവേശിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, നമ്മൾ വേദനിക്കപ്പെട്ട, നമ്മളെ വേദനിപ്പിച്ച ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട് പ്രിയരെ. എന്നാൽ യേശു കർത്താവിന്റെ പ്രാർത്ഥനയുടെ വാചകം ഈ രാത്രി വെളിപ്പെട്ടു വരണം. ക്ഷമയുള്ള ഹൃദയമാണ് അഭിഷേകത്തിന്റെ ജ്വലനത്തിന്റെ ഫൗണ്ടേഷൻ. ഇല്ലെങ്കിൽ അന്യഭാഷ പറയാം, അഭിഷേകം ജ്വലിക്കുകയില്ല. വിശ്വാസി 50 വർഷമായാലും ഇങ്ങനെ അന്യഭാഷ പറഞ്ഞു നടക്കും. 45 കുക്ക് സായിപ്പ് വന്നപ്പോ പ്രാപിച്ച, ഇങ്ങനെ സന്തോഷിച്ച് നടക്കാം. കുക്ക് സായിപ്പ് വന്നപ്പോ പ്രാപിച്ച അന്യഭാഷ. മൂളുന്ന വണ്ടേ മുരളുന്ന വണ്ടേ എന്നൊരുത്തം പറഞ്ഞാൽ ബാക്കി പറയും താമരച്ചോലയിൽ തേനുണ്ടോ വണ്ടേ. ചനെന്നാ പഠിച്ച് 2ാം ക്ലാസ്സിൽ പഠിച്ചതാ. എന്ന് ഇത് ആവർത്തിക്കാറുണ്ടോ? ഇല്ല. പിന്നെ ആദ്യം കേൾക്കുമ്പോ അറിയാം ബാക്കി. പുഴുക്കുത്തു വീണ ആത്മീക ജീവിതത്തിന്റെ പിൻനിരക്കാരായി ഇന്ന് രാത്രി നിൽക്കുമ്പോൾ ഞാനും നീ ഉപയോഗിക്കപ്പെടണമെന്ന് സ്വർഗം ആഗ്രഹിക്കുന്നു. ഇവിടെ കിടന്ന് അടിയും വഴക്കവും ഉണ്ടാക്കി പിണക്കവും പകയും മനസ്സിൽ വെച്ചുകൊണ്ട് ചാടിത്തുള്ളിക്കഴിഞ്ഞാൽ അഭിഷേകം ഇറങ്ങുകയില്ല. ഞാൻ ചാടാൻ തയ്യാറാ, തുള്ളാൻ തയ്യാറാ, ഉരുളാൻ തയ്യാറാ, ഷർട്ട് കീറിപ്പോയാലും അഭിഷേകത്തിന് വേണ്ടി തുള്ളാൻ തയ്യാറാ. പക്ഷേ വ്യവസ്ഥ വിട്ടിട്ട് ദൈവം അഭിഷേകം ചെയ്യത്തില്ലെന്ന് പറയാൻ കൂടെ ദൈവം എനിക്ക് ദൂത് തന്നിട്ടുണ്ട്. മുണ്ടേലിച്ചിരി ചെളി പറ്റുന്നതിനകത്ത് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. കുഴഞ്ഞ ചേറ്റിൽ നിന്ന് നമ്മളെ വിളിച്ചതെങ്കിൽ അഭിഷേകത്തിന് വേണ്ടി മുണ്ടേലിച്ചിരി പൊടി പറ്റുന്നത് ഒരു വിഷയമല്ല, ഒരു വിഷയമല്ല. ഉരുണ്ട് മറിയെ. പക്ഷേ ഹൃദയത്തിന്റെ അകത്ത് സമാധാനമില്ല, പകയും പിണക്കവും വെച്ച് 2-3 കാര്യങ്ങൾ ദൈവാത്മാവിനെ ശക്തിയോടെ ഓർമ്മിപ്പിക്കുന്നത് കൊണ്ടാണ് ഞാൻ വീണ്ടും ഇതെടുത്തു നിന്ന് പ്രസംഗിക്കുന്നല്ല. പ്രസംഗിക്കാൻ കൊതിയായിട്ടല്ല. ഭാര്യമാരെ തല്ലുന്ന പുള്ളികളിനകത്ത് വന്നിട്ടുണ്ട്. നിന്റെ ഭാര്യയെ തല്ലിയ ചരിത്രം ജീവിതത്തിലുണ്ടെങ്കിൽ ഈ രാത്രി ക്ഷമിച്ചു പ്രാർത്ഥിക്കാതെ അഭിഷേകം ജ്വലിക്കുകയില്ല, സ്വർഗം ദുഃഖിക്കുകയാണ്. കേസിൽ വാദിസ്ഥാനത്ത് നിൽക്കുന്ന നീ ഈ രാത്രി കേസ് മുഴുവനും തള്ളിക്കളയാൻ തയ്യാറാകുക. ഈ രാത്രി അഭിഷേകം വ്യാപരിക്കും. ഹൃദയം പണസംബന്ധമായ കുഴച്ചു കാണിച്ച നീ പണസംബന്ധമായി കുഴച്ചു നിർത്ത്. ഈ രാത്രി അഭിഷേകം വ്യാപരിക്കും. ഓർക്കുന്നുണ്ടോ? ശീമോൻ വന്ന് ശിഷ്യന്മാരോട് പറഞ്ഞത്, പണം കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു ഇതങ്ങ് തരാം, കൈവെക്കുമ്പോൾ പകരുന്ന ആ ശുശ്രൂഷ ഇഞ്ഞു വേണം. കാശ് മേടിച്ച് പകരാൻ നിന്നവനല്ല എന്ന് പത്രോസ് ഒരൊറ്റ കാര്യം പറഞ്ഞു, നീ കൈപ്പുള്ള പകയിലും അനീതിയുടെ ബന്ധനത്തിലുമാണ്. നിന്റെ വഷളത്വം വിട്ട് നീ മാനസാന്തരപ്പെട. നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ നേരുള്ളതല്ല. വാക്യം ശ്രദ്ധിക്ക്. ഹൃദയം. അഭിഷേകം കിട്ടാൻ പണം കൊടുക്കാൻ തയ്യാറാ, ചാടാൻ തയ്യാറാ, തുള്ളാൻ തയ്യാറാ. പക്ഷേ ആമേൻ, അഭിഷിക്തന്റെ സ്കാൻ ചെയ്യുന്ന കണ്ണവന്റെ ഉള്ളത്തെ നോക്കിയപ്പോ പത്രോസിന്റെ സ്കാനിംഗ് മെഷീനിൽ വെളിപ്പെട്ടു വരികയാ പണസംബന്ധമായ കുഴച്ചിലും പകയുടെ ബന്ധനവും. നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ നേരുള്ളതല്ല. ഈ രാത്രി ചതിക്കപ്പെടരുത് പ്രിയരെ, വഞ്ചിക്കപ്പെടരുത്. നമ്മുടെ ജീവിതത്തിന്റെ ആമേൻ ഈ നല്ല പ്രായം മുഴുവനും തമ്പുരാന് വേണ്ടി ചലിക്കാൻ ഇറങ്ങിയിട്ട് നമ്മൾ അഭിഷേകം പ്രാപിച്ച് ജ്വലിക്കാത്ത തരത്തിൽ പിശാചി കെട്ടിവച്ചിരിക്കുന്ന കെട്ടുകളെ ഇന്ന് രാത്രി വചനം മുറിക്കുകയാണ്. നീ പെന്തക്കോസ്ത് രാഷ്ട്രീയത്തിന്റെ വക്താവാണോ? രാഷ്ട്രീയത്തെ നിർത്താതെ നിന്റെ അഭിഷേകം വ്യാപരിക്കുകയില്ല. സെൻട്രൽ സെക്ഷനൊന്നും ദൈവത്തിന് വിഷയമല്ല. ഈ രാത്രി ഉറ്റുനോക്കാൻ വന്നവനാണോ നീ? ഈ രാത്രി അഭിഷേകം നിന്നെ വ്യാപരിക്കുകയില്ല. നാളെ പോലെ ഇറങ്ങി നോട്ടീസ് അയക്കാൻ വന്നവന്റെ ഒറ്റവന്റെ മേൽ അഭിഷേകം ജ്വലിക്കുകയില്ല. എന്നേക്കാൾ ഭംഗിയായി ആരാധിക്കാൻ ഇന്നും പിശാച് തയ്യാറാ. ചലിച്ചാൽ
സ്റ്റാൻലി ബ്രദറോടെ വായിക്കുന്നതിനേക്കാൾ ട്രാവൻ ബ്രദർ ആരാധിക്കുന്നതിനേക്കാൾ സൂപ്പർ ആരാധന വെളിപ്പെട്ടു വരും. അവന്റെ ഹൃദയം കീറുകയല്ല. അവനിങ്ങനെ കാത്തിരിക്കുമ്പോ സകല കുഴച്ചിലുമുള്ള ബന്ധുക്കോസുകാരൻ ഇങ്ങനെ ചാടിത്തുള്ളി വിടുതൽ പ്രാപിച്ചാൽ അവൻ ഒറ്റക്കാര്യം ചോദിക്കും, ഇവനേക്കാൾ ഭംഗിയാ ഞാൻ ആരാധിക്കാം, നഷ്ടപ്പെട്ട പദവിയിലോട്ടും തിരിച്ചു കയറ്റ. ദൈവം നീതിമാനാണ്. സ്തോത്രം. ഈ പുലർച്ചയിൽ പരിശുദ്ധാത്മാ വാദിക്കുന്ന പുലർച്ചയാ. ഒന്നുകിൽ നീ തീക്കകത്ത് അഭിഷേകം പ്രാപിച്ചവനായി ഇറങ്ങിപ്പോകും, ഇല്ലെങ്കിൽ ഇന്ന് രാത്രി വെളിപ്പെട്ടു വരുന്ന തീ ആമേൻ നിന്നെ കരിക്കുന്ന തീയായി വെളിപ്പെട്ടു വരും. പഴയ നിയമത്തിന്റെ പുരോഹിതനായ സക്കറിയാവായിട്ട് വരെ പ്രാർത്ഥനയ്ക്ക് വെളിപ്പെട്ട മറുപടി അവിശ്വസിച്ചപ്പോ സ്വർഗം ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, ആമേൻ, എന്റെ പ്രവൃത്തിയെ സംശയിച്ച് അവിശ്വാസത്തിന്റെ വാക്ക് പ്രചരിപ്പിക്കാൻ വേണ്ടി പുറത്തിറങ്ങാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന സക്കറിയാവേ, നിന്റെ നാക്കിന് ഞാൻ ലോക്കിട്ട് തരികയാണ്. ഞാൻ പറയാം, നീ സത്യമായും ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് പറഞ്ഞ നിനക്കറിയത്തില്ലായിരുന്നു. യേശു പറഞ്ഞു, ഞാൻ തിരിച്ചാ പ്രാർത്ഥിക്കുന്നത്. അന്ന് ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചത് കൊണ്ടാ പ്രിയരെ ഉയർത്തെഴുന്നേറ്റിട്ട് വീണ്ടും ഇവനെ തിരക്കിപ്പോകാൻ തമ്പുരാന് പറ്റിയതാ. ചേർന്നിരുന്നവൻ തള്ളിപ്പറഞ്ഞ് പുറത്തുപോയിട്ടും ഉയർത്തെഴുന്നേറ്റ് വന്ന എന്റെ യേശുവിന് പുതിയതായി 12 പേരെ തെരഞ്ഞെടുക്കാൻ കഴിയുമായിരുന്നു. യേശുവിനോട് ചോദിച്ച് അതല്ലേ നല്ലത്? യേശു പറയല്ല, ഒരിക്കൽ ഞാൻ ആലോചന പറഞ്ഞാൽ അവൻ എന്തു തെറ്റിപ്പോയാലും അവനെ മടക്കിക്കൊണ്ടുവന്ന് അവനിൽ തന്നെ ദൂത് നിറവേറ്റി അവനെ ഉപയോഗിക്കുന്നവനാ ഞാൻ. അപ്പോ വിദ്വാൻമാരെല്ലാം ആരാധനയ്ക്ക് പോയി അവിശ്വസിച്ചപ്പോഴും എന്റെ യേശു പ്രാപിച്ചൊരു വെളിപ്പാടുണ്ട്. സ്വർഗം ഒരു രഹസ്യം പറഞ്ഞു കൊടുത്തു. അതുകൊണ്ടാണ് തിരുവെടുത്ത് പറയുന്നത്, അവൻ ജ്ഞാനം നിറഞ്ഞവൻ. നമ്മളെ പോലെ ബുദ്ധി നിറഞ്ഞവനെന്നല്ല, ജ്ഞാനം നിറഞ്ഞവൻ. ആ ജ്ഞാനം ഒരു കാര്യം പറഞ്ഞു കൊടുത്തു. അവൻ അവിശ്വസിച്ചത് കൊണ്ടാണ് ഹേരോദാവ് എഴുന്നേറ്റത്. ഹേരോദാവ് എഴുന്നേറ്റത് കൊണ്ട് ഭയങ്കര ഒരു ഉയർപ്പിന് ഇവൻ മുഖാന്തരമാവും. നിനക്ക് കുരിശു പണിയുന്നത് ഈ അധികാരമാണ്. ഇവൻ കുരിശു പണിയാനുണ്ടെങ്കിലേ നിനക്ക് ഉയർത്തെഴുന്നേൽക്കാൻ ഒക്കും. ഈ വെളിപ്പാട് കത്തുന്നവൻ, ഇവൻ കുരിശു പണിതാല് എനിക്ക് ഉയർക്കാനൊക്കത്തുള്ള വെളിപ്പാടുള്ളവൻ. കുരിശു പണിയുന്നവന് തകർച്ച വരണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇവൻ അറിയുന്നില്ല. ഇവനെ കുരിശു പണിതാണ് ഞാൻ ഉയർത്ത്. ഞാനും നീയും ശുശ്രൂഷകളെ അനുഭവിച്ച ഒറ്റപ്പെടലുകളാ ഈ രാത്രി നമ്മളെ കത്തിച്ചു നിർത്തിയിരിക്കുന്നത്. ഞാനും നീയും അനുഭവിച്ച സഹനത്തിന്റെ താഴ്വരകളാ ഈ രാത്രി എല്ലാം പുറച്ചുകൂടിക്കണം. ഉറങ്ങുമ്പോ കുത്തിയിരുന്ന് കരയാൻ നമുക്ക് വിളി തന്നത്. വീട് വീടാന്തരം കയറി ഇറങ്ങി 500 രൂപ ചുരുട്ടി ഇങ്ങോട്ട് തരുന്ന അച്ചായനെ നോക്കി, അച്ചായൻ മാത്രമേ ഉള്ളൂ നല്ല അച്ചായൻ. അച്ചായനെ പോലെ വിശുദ്ധം വേറെ ഇല്ല. ഇനി രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലേക്ക് പോകുമെന്ന് ദൂത് പറഞ്ഞ് കാശുണ്ടാക്കാൻ അറിയാൻ വയ്യാഞ്ഞിട്ടല്ല ഇന്ന് രാത്രി നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. 4 വീട് ഡെയിലി കയറിയ 4 × 5 2000 രൂപ പോക്കറ്റിരിക്കും. പക്ഷെ തലമുറയോട് പറയാൻ ഒറ്റ സന്ദേശമേ ഉള്ളൂ, അല്പമേ ഉള്ളെങ്കിലും ശാപത്തിന്റെ മുതലുണ്ടാക്കി തരുന്നില്ല. ഈ പറയുന്ന എന്നെ നിന്നെ തമ്പുരാൻ അഭിഷേകം ചെയ്യുന്നില്ലെങ്കിൽ ആമേൻ ഏസിക്കകത്ത് ഞെളിഞ്ഞു നടന്ന് രാഷ്ട്രീയം പറയുന്ന കള്ളത്തരം കാണിക്കുന്നവരാണ് ഇന്ന് രാത്രി അഭിഷേകത്തിന്റെ യോഗ്യത. ഇത് പിള്ളേരെ ചാട്ടമല്ല, അഭിഷേകത്തിന് വേണ്ടിയുള്ള തിളപ്പ. പിള്ളേർക്ക് ജോലിയും വേലയില്ല, ചലക്കൊന്നും ബുക്കിയത് അമ്മാരവിടെ കിടന്ന് കുത്തിമറിക്കുക. യോഗ്യതയില്ലാത്തവരല്ല ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്നത്. എങ്ങനെയും ഒരു വിസ സംഘടിപ്പിച്ച് പുറത്തു പോയതിലും ജോലി ചെയ്താലും കാശുണ്ടാക്കി. പിന്നെ ഫോൺ നമ്പർ എഴുതിയെടുത്ത് അവിടെ പോയി അച്ഛാ ഞാൻ അങ്ങോട്ട് വരട്ടെ എന്ന് പറഞ്ഞ് പോയി ഗതികെട്ട കാശുണ്ടാക്കാൻ വയ്യ. 10 ഡയറിക്കകത്ത് 1000 നമ്പർ ഒപ്പിച്ച് അവൻ അവിടെ ചെന്ന് വിളിയ. സ്തോത്രം. യഥാർത്ഥ അഭിഷേകം ഈ രാത്രി പകരാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ദൈവനോടത് പറയുന്നു, ഭാരതത്തെ ചലിപ്പിക്കുന്ന അഭിഷേകം പകരാൻ, ദൈവത്തിന്റെ സൈന്യത്തെ ഇതിനകത്ത് എഴുന്നേൽപ്പിക്കാൻ ദൈവത്തിന് പ്ലാനുണ്ട്. പക്ഷെ ഇന്ന് രാത്രി നീ പ്രാർത്ഥിക്കണം, പിതാവേ
ഇവർ ചെയ്യുന്നത് എന്നതെന്ന് നിന്റെ ജീവിതത്തിലും നിന്നെ തള്ളിപ്പറഞ്ഞൊരു പത്രോസുണ്ട്. നിന്റെ ജീവിതത്തിലും നിനക്കെതിരാളികളെ ഉയർത്തിക്കൊണ്ടുവന്ന വിദ്വാനുണ്ട്. ഇന്ന് രാത്രി സകല വിദ്വാൻമാരെയും അകത്തു വെച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം. അറിയുന്നില്ല. അതുകൊണ്ട് പരീക്ഷത്തം കാണിക്കുന്ന അച്ചായന്മാരെ കുറിച്ചൊന്നും പറയാതിരിക്കലല്ല. പ്രവചന ശബ്ദം എന്ന് പറയുന്നത് എല്ലാവരുടെ വീട്ടിൽ പോയി ഭാവികാലം പറയുന്നതല്ല, ദൈവഹിതം അറിയിക്കല. സ്തോത്രം. ആരോടും പകയില്ല, ആരോടും വിദ്വേഷമില്ല. പക്ഷെ വചനത്തിനകത്ത് മായവും ചേർത്ത് കാശും ഉണ്ടാക്കി പോകാൻ മനസ്സില്ല. എന്നാ പിന്നെ വീട്ടിൽ കിടന്ന് ഉറങ്ങിയാൽ മതി. വേദപുസ്തകം തുറന്നു വെച്ചിട്ട് ഒരു ദാവീദിനെയൊക്കെ എടുത്ത് രംഗത്തിറക്കി. രാവിലെ ആടിനെ അഴിച്ചുവിട്ട് ദാവീദിന്റെ പുറകെ ഇങ്ങനെ പോയി കാടുകൾ തോറും കയറിയിറങ്ങി. 10 മണിക്ക് മീറ്റിംഗ് തുടങ്ങും, 11 ഉപദേശി കയറും. ഉപദേശിയുടെ പണി എന്താ? ഉപദേശിയുടെ പണി ഹാമാനെ രംഗത്ത് കൊണ്ടുവരും, എസ്തേറിനെ കുളിപ്പിക്കും. 2 മണിക്ക് ഹാമാൻ തൂങ്ങും. അതോടുകൂടെ ശുശ്രൂഷ തീർന്നു. വീട്ടുകാർക്ക് വിടുതൽ. ഹാമാനെ കഴുമരത്തിൽ കയറ്റിയിട്ട് വീട്ടുകാർക്ക് വിടുതൽ കൊടുക്കുന്നതല്ല പുതിയ നിയമത്തിന്റെ അഭിഷേകം. പുതിയ നിയമത്തിന്റെ അഭിഷേകം കരഞ്ഞ് തകർന്ന് ദൈവസന്നിധിയിൽ ഉരുകി മേടിക്കുന്നതാണ്. സ്തോത്രം. രാത്രി കരയാനും തകരാനും എത്ര പേരുണ്ട്? എന്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വരുത്തിയൊരു മീറ്റിംഗ് ഉണ്ട്. ഞാൻ കറുകുറ്റിയിൽ ഒരു മീറ്റിങ്ങിന് പോകുമ്പോൾ എന്റെ കൂടെ മീറ്റിങ്ങിന് പങ്കെടുക്കുന്നത് അങ്കമാലി പോലീസ് സ്റ്റേഷനിലെ സണ്ണി എന്ന് പറയുന്ന ഒരു പോലീസുകാരൻ. ഭയങ്കര വണ്ണമുള്ള ഒരു മനുഷ്യൻ. അന്ന് രാത്രി മീറ്റിങ്ങിന് നിൽക്കുമ്പോ മീറ്റിംഗ് ലീഡ് ചെയ്ത മനുഷ്യൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഇനി ക്ഷമയുടെ പ്രാർത്ഥനയാണ്. അടുത്തിരിക്കുന്നവർ 2 പേർ ചേർന്ന് നിൽക്കണം. നിന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ദ്രോഹം ചെയ്ത വ്യക്തി നിന്റെ അടുത്ത് നിൽപ്പുണ്ട്. ആ വ്യക്തി നിന്റെ കാലിൽ പിടിച്ച് തമ്പുരാന്റെ നാമത്തിൽ ക്ഷമ ചോദിക്കൂ. നിന്റെ ജീവിതത്തിൽ ഇന്നുവരെ ദ്രോഹം ചെയ്ത വ്യക്തിയാ നിൽക്കുന്നത്. ഈ പോലീസുകാരൻ സണ്ണി എന്റെ കാൽക്കൽ വീണ് കരയുകയാണ്. ഞാൻ അയാളെ ആദ്യമായിട്ട് കാണുകയാണ്. ശുശ്രൂഷ ദൈവദാസൻ പറഞ്ഞു, ഇന്നുവരെ നിന്നെ ദ്രോഹിച്ച മുഴുവൻ വ്യക്തികൾക്ക് പകരമായി ഞാൻ ഇവനെ നിന്റെ മുൻപിൽ നിർത്തിയിരിക്കുക. നിന്നെ ദ്രോഹിച്ച, നിന്നെ പരിഹസിച്ച, നിന്നെ വിമർശിച്ച ആ വ്യക്തി ഇവിടെ ഇന്ന് പകൽ നിൽക്കുമായിരുന്നെങ്കിൽ നീ എന്ത് ചെയ്യുമോ അത് നീ ചെയ്യേ. ദേഷ്യപ്പെടാൻ പറ്റുന്നില്ല, വാക്ക് ചോദിക്കാൻ പറ്റുന്നില്ല. ഏറ്റവും അവസാനം അദ്ദേഹം ഒരു കാര്യം കൂടെ പറഞ്ഞു. മതമേലധ്യക്ഷന്മാരിൽ നിന്ന് മുറിവേറ്റ ആരെങ്കിലും ഉണ്ടെങ്കിൽ കയറി വരാം. ഒരു ചെറുപ്പക്കാരൻ എഴുതിയിട്ട് ഈ വൈദികനോടൊന്നൊരു കാര്യം പറഞ്ഞു, മുൻപോട്ട് വാ, അവർക്ക് വേണ്ടി ഞാൻ നിന്റെ കാൽക്കൽ വീണ് ക്ഷമ ചോദിക്കാൻ പോകുകയാണ്. ഈ മനുഷ്യനത് പറഞ്ഞു തരികയും ആ ചെറുപ്പക്കാരൻ കരയുകയാ, വേണ്ട 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 വേണ്ട, ഞാൻ ക്ഷമിക്കാൻ തയ്യാർ. എന്റെ പ്രിയരെ, ക്ഷമയുടെ പ്രാർത്ഥന ഇന്ന് രാത്രി പുനരുത്ഥാന ശക്തി പകരും. മാറത്ത് ചാരിയിരുന്ന് ഹൃദയസ്പന്ദനം അനുഭവിച്ച യോഹന്നാൻ, അവനും പത്രോസിന്റെ കൂടെ പോയി. യേശുവിന് പറയാറുന്ന ആര് പോയാലും ഞാൻ സഹിക്കും. പക്ഷേ യേശുവിനൊറ്റ വാക്കേ ഉള്ളൂ, അറിയുന്നില്ല അറിയുന്നില്ല. ഏറ്റവും കൂടുതൽ വേദനിച്ച വ്യക്തിക്ക് നീ സ്തോത്രം പറഞ്ഞ് കൈകൊടുക്കുമ്പോൾ സംഭവിക്കുന്നറിയാവോ? നിനക്കെതിരെ അവകാശം പറയുന്ന മുഴുവൻ അന്ധകാര മണ്ഡലങ്ങളും നിന്റെ മിനിസ്ട്രിക്ക് തടസ്സമായി, നിന്റെ മേൽ പകരപ്പെടാനിരിക്കുന്ന അഭിഷേകത്തിന് തടസ്സമായി നിൽക്കുന്ന ബന്ധനം മുറിയണമോ? ഈ രാത്രി ക്ഷമയുടെ പ്രാർത്ഥന വെളിപ്പെട്ട് വരണം. ഗൗരവമായ ദൈവശബ്ദത്തിന്റെ മുൻപിലായി ഇന്ന് രാത്രി നാം ഇരിക്കുന്നത്. രാത്രി സ്വർഗം തുറന്നു കിടക്കുകയാണ്. ചിലതിനെയെങ്കിലും അഭിഷേകം ചെയ്യാതെ വിടാൻ സ്വർഗത്തിന് ആഗ്രഹമില്ല. നാം ഇങ്ങോട്ട് കയറി വരുമ്പോ അഭിഷേകത്തെ കുറിച്ച് എനിക്കുണ്ടായിരുന്ന സ്വപ്നത്തെക്കാൾ ഞാൻ ഇറങ്ങിപ്പോകുമ്പോൾ ഞാൻ പ്രാപിക്കേണ്ട അഭിഷേകത്തെ കുറിച്ച് അവനൊരു സ്വപ്നമുണ്ട്. ചോദിച്ചേ, എന്തിനാ? ഒരുവനെ ഞാൻ ഇരുത്തിയിട്ടുണ്ട്. അവൻ എഴുന്നേറ്റ് പോകാൻ നേരം കൊടുക്കാൻ വേണ്ടി ആമേൻ പലക ദൈവത്തിന്റെ പണിയും അതിലെ എഴുത്ത് ദൈവത്തിന്റെ കരമെഴുത്തും. പുലർച്ചയിൽ എഴുന്നേറ്റ് ഭവനത്തിലേക്ക് മടങ്ങുന്നതിന് മുൻപ് പേരുപേരായി ചിലത് ഏൽപ്പിച്ചു തരണമെന്ന് സ്വർഗം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. നഷ്ടപ്പെടുത്തരുത്. ഇന്ന് രാത്രി ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് ഇവർ അറിയുന്നില്ല അറിയുന്നില്ല. അപ്പം തിന്ന് അത്ഭുതം കണ്ട്
ഇത്രയും നാളത്തെ പ്രാർത്ഥനയുടെ ഫലം മുഴുവനും, ശുശ്രൂഷയുടെ ഫലം മുഴുവനും അനുഭവിച്ച പുരുഷാരം നിൽക്കുകയാണ്. അധികാരത്തിന്റെ കൊത്തളങ്ങളിൽ ഒറ്റ ചോദ്യമേ വന്നുള്ളൂ: ആരെ വേണം? യേശുവിനെയോ ബറാബാസിനെയോ? ഇന്നുവരെ നിന്റെ ഭവനത്തിന് ഉറക്കം തരാത്തൊരു വ്യക്തിയായി ഇവൻ ബറാബാസ്. ഇന്നുവരെയും ഈ മനുഷ്യന്റെ അഭിഷേകത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചവനാ നിങ്ങൾ. രാജാവ് വിളിച്ചു ചോദിക്കുന്ന ആരെ വേണം? പുരുഷാരത്തിന്റെ ഒറ്റ ശബ്ദം: ബറാബാസ്. ഞാനും നിങ്ങളും എല്ലാവർക്കും വിടുതലാ പ്രിയപ്പെട്ടവരെ. 1 മണിക്കൂർ പ്രസംഗിക്കണമെങ്കിൽ നീ എത്ര മണിക്കൂർ ദൈവസന്നിധിയിൽ നിന്ന് കരഞ്ഞിട്ടുണ്ട്? ഒരു മനുഷ്യനോട് ആലോചന പറയുന്നതിന് മുൻപ് നീ എത്ര സമയം തകർന്നിട്ടുണ്ട്? എത്രയോ കൂട്ടായ്മകളിൽ നിന്ന് പെടഞ്ഞിട്ടുണ്ട്. ദൈവമേ, ഒരഭിഷേകം തരണം. തകർന്ന് നുറുങ്ങി കരഞ്ഞ് നിലവിളിച്ചു പോയി ശുശ്രൂഷിച്ച് നമ്മിൽ നിന്ന് വ്യാപരിക്കുന്ന അഭിഷേകത്താൽ വിടുതൽ പ്രാപിച്ചവർ തക്ക സമയത്ത് നമ്മളെ വേണ്ട എന്ന് പറയുന്ന സ്വരം കേൾപ്പിക്കുമ്പോ ഞാനും നീ കരഞ്ഞുറങ്ങിയ ദിനരാത്രങ്ങളാ അനേക ജീവിതങ്ങൾക്ക് വിടുതലായത്. ഉപവസിക്കാൻ ത്രാണിയില്ലാതിരിക്കുമ്പോഴും ഉപവസിച്ച് ശരീരം തകർത്തു പ്രാപിച്ചൊരഭിഷേകമുണ്ട്. അനേകർക്ക് വിടുതലാ. സ്റ്റേജിൽ നമ്മൾ നിൽക്കുമ്പോ ലാഘവബുദ്ധിയോടെ കേട്ടിരിക്കും. ഒരു ദൂത് പിറക്കണമെങ്കിൽ അവൻ അനുഭവിക്കുന്ന വേദന ആരും അറിഞ്ഞിട്ടില്ല. രഹസ്യത്തിൽ അവൻ കരഞ്ഞു നുറങ്ങിയത് ആരും അറിഞ്ഞിട്ടില്ല. കിരീത്തിന്റെ മണ്ഡലത്തിലിരുന്ന് പിടഞ്ഞതാരും അറിഞ്ഞിട്ടില്ല. നിന്റെ ഭവനത്തിനകത്തെ പ്രതിസന്ധി കണ്ടിട്ട് നീ വിളിച്ചു ചോദിച്ച ചോദ്യം ആരും കേട്ടിട്ടില്ല. ദൈവമേ, ഞാൻ അനേകർക്ക് വിടുതലാ, പക്ഷേ എന്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഇത് മാറുന്നില്ലെന്ന് ചോദിച്ച ദിനരാത്രങ്ങൾ എനിക്കും നിനക്കുമുണ്ട്. ആ ജനമാ പറയുന്നത് വേണ്ടവനെ, ബറാബാസിനെ മതി. കൊച്ചിന്റെ കല്യാണം നടത്തണമെങ്കിൽ ഇരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ച് കൊച്ചിന്റെ കല്യാണം നടത്തണം ദൈവദാസൻ. കല്യാണം ആശീർവദിക്കാൻ നേരം അപ്പുറം വരും. പദവികൾ നഷ്ടപ്പെടുമ്പോഴും എന്റെയും നിന്റെയും നിലവിളിയുടെ പകരമായി വിടുതൽ അനുഭവിച്ച പലരും പുരുഷാരം തള്ളിപ്പറയുമ്പോഴും ഈ രാത്രി ശ്രദ്ധിക്ക്. ഈ പുരുഷാരം തള്ളിപ്പറയുന്നതിന്റെ പിന്നിൽ ദൈവത്തിനൊരു വലിയ പദ്ധതിയുണ്ട്. അഭിഷേകത്തിന്റെ അടുത്ത തലത്തിലേക്ക് നമ്മളെ ദൈവം എഴുന്നേൽപ്പിക്കുകയാണ്. ആത്മാഭിഷേകം എന്റെ മേൽ വ്യാപരിച്ച നിമിഷം ഞാനൊരു കാഴ്ച കണ്ടു. പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന ആലോചന. ചൈനീസ് ഭാഷ ദൈവം എന്നെ കാണിച്ചു. ഞാൻ ദൈവദാസനുമായി ഷെയർ ചെയ്തു. ചൈന തമ്പുരാന്റെ ശബ്ദം കേൾക്കുന്ന ദിവസങ്ങൾ അടുത്തു. അവിടെ കൊണ്ട് തീരുന്നില്ല. ഇവിടെ ഇരിക്കുന്ന അഭിഷിക്തന്മാരിൽ ചിലർക്ക് അതിൽ പങ്കുണ്ടാകും. എന്നോടൊരു ദേവദാസൻ ഈ ഇടയ്ക്കൊരു സാക്ഷ്യം പറഞ്ഞ വേഗത്തിൽ നിർത്താം. 2 കാലും അടിച്ചൊടിച്ച് ജയിലിനകത്ത് കിടക്കുന്നൊരു 72 വയസ്സുള്ളൊരു അഭിഷിക്തൻ രാത്രി തമ്പുരാൻ ആ മുറിക്കകത്തിറങ്ങിയിട്ടവനോട് പറഞ്ഞു, പുറത്തു പോ. ഈ മനുഷ്യൻ പറഞ്ഞു, കാലൊടിഞ്ഞ് തകർന്നു കിടക്കുകയാണ്, നീ പോ. ഇഴഞ്ഞിഴഞ്ഞിഴഞ്ഞിഴഞ്ഞ് വാതിൽക്കൽ വന്നു. പോലീസുകാർ നിൽക്കുന്നു, വാതിലടഞ്ഞു നിൽക്കുന്നു. ആ മനുഷ്യൻ വീണ്ടും പറഞ്ഞു, നീ പോലീസുകാർ കാലൊടിഞ്ഞു നിൽക്കുകയാണ്. വീണ്ടും ശബ്ദം, ഗേറ്റ് തുറന്നു. ഇഴഞ്ഞ് പുറത്തിറങ്ങി. ആരും കണ്ടില്ല. ഗേറ്റ് അടഞ്ഞു. പോലീസുകാരൻ ഇങ്ങനെ ഇരിപ്പുണ്ട്, അവനും കണ്ടില്ല. വീണ്ടും തമ്പുരാൻ പറഞ്ഞു, ഇഴഞ്ഞിഴഞ്ഞിഴഞ്ഞ് മെയിൻ വാതിലിന്റെ അവിടെ വന്നു. ആരും കാണുന്നില്ല. എല്ലാവരും ഇങ്ങനെ നോക്കി. അതും തുറന്ന് പുറത്തിറങ്ങി. ഇങ്ങനെ ഇഴഞ്ഞു നിൽക്കുകയാ. അടുത്ത ശബ്ദം, ഓട. ഈ മനുഷ്യൻ തിരിച്ചു പറഞ്ഞ, എന്റെ കാലൊടിഞ്ഞിരിക്കുകയാ, ഓട. രണ്ടാമത്തെ ശബ്ദത്തിന്റെ മുൻപിൽ ഇയാൾ എഴുന്നേറ്റ് വന്നു. ഓടി. ഒരു സ്ഥലത്തെത്തി നിന്നു. അടുത്ത സ്വരം, റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തിറങ്ങ, നിനക്ക് വേണ്ടി ഒരു കാറ് വെയിറ്റ് ചെയ്യുന്നു. 72 വയസ്സുള്ള ചൈനയിലെ അഭിഷിക്തനെ കുറിച്ച് ഇറങ്ങിയത് കെട്ടുകഥയല്ല. ഡൽഹിയിൽ റവറൻ KT തോമസ് എന്ന് പറയുന്ന അനുഗ്രഹീതനായ ദൈവമനുഷ്യന്റെ മകൻ സാം എന്ന് പറയുന്ന പാസ്റ്ററുടെ കയ്യിൽ ആ പുസ്തകം ഇരിപ്പുണ്ട്. ഈ മനുഷ്യൻ ഇന്നും ജീവിച്ചിരിക്കുന്നു. അസാധാരണമായ ഒരു അഭിഷേകം ഈ രാത്രി നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്.
ഈ രാത്രി നാം ക്ഷമിച്ച് പ്രാർത്ഥിക്കാൻ പോവാ. ആ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഈ ദൂതിന്റെ ഒരു ചെറിയ ഭാഗം കൂടെ പങ്കുവെച്ച് നിർത്തും. അത് കഴിഞ്ഞ് ഈ രാത്രി ബാക്കി ശുശ്രൂഷകളെല്ലാം നിറപടിയായി ദൈവാത്മാവ് കൊണ്ടുപോകും. അതുകൊണ്ട് എല്ലാവരും എഴുന്നേറ്റ് ഈ രാത്രി അഭിഷേകത്തിനായി കാത്തിരിക്കുന്നതിന് മുൻപ് പറയാൻ കഴിയണം, അപ്പച്ച എനിക്കൊരു പിണക്കമില്ല, എനിക്കൊരു പകയില്ല, ഇവർ ചെയ്യുന്നതിനെന്ന് ഇവരറിയുന്നില്ല. എല്ലാരും മുമ്പോട്ട് വന്നേ. അവിടെ തന്നെ നിന്നാ മതി, അവിടെ തന്നെ, ഇങ്ങോട്ട് വരണ്ട, അവിടെ തന്നെ നിന്നാ മതി. ഇത് കഴിഞ്ഞിട്ട് നാം പുറത്തേക്ക് ഇറങ്ങുന്നത് പാദംകടികൾ ശുശ്രൂഷയ്ക്കാം. പാദംകടികൾ ശുശ്രൂഷ കഴിഞ്ഞ് മടങ്ങി വരുന്നത് തിരുമേശയുടെ മുമ്പിലേക്ക്, തകർക്കപ്പെട്ട ക്രിസ്തുവിന്റെ ശരീരത്തിലേക്ക് കരം നീട്ടുന്നതിന് മുൻപ് ഈ രാത്രി നാം തകരപ്പെടണം. തൊട്ടടുത്ത് നിൽക്കുന്ന വ്യക്തിയെ മുഖത്തോട് മുഖം ചേർന്ന് നിന്ന് കണ്ടേ. ഈ രണ്ട് പേരായിട്ട് സഹോദരിമാർ സഹോദരന്മാർ മുഴുവൻ പേരും ഈ രണ്ട് പേരായി മുഖത്തോട് മുഖം നോക്കി നിന്നേ. എല്ലാ കരങ്ങളും വിട്ടു നിന്നാട്ടെ, എല്ലാ കരങ്ങളും വിട്ടു നിന്നേ. കരം പിടിക്കണ്ട, കരങ്ങൾ വിട്ടേ. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നിങ്ങളെ ഉപദ്രവിച്ച, പരിഹസിച്ച, അപവാദം പറഞ്ഞ, നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന മുഴുവൻ തകർച്ചയ്ക്ക് കാരണക്കാരനായ വ്യക്തിയെ ദൈവം നിങ്ങളുടെ മുൻപിൽ നിർത്തിയിരിക്കുക. എങ്ങനെ പ്രതികരിക്കും? ഈ പിണക്കം തുടർന്നു കൊണ്ടുപോകണോ, അതോ ക്ഷമിച്ചു പ്രാർത്ഥിച്ചിട്ടൊരു അഭിഷേകത്തിലേക്ക് പ്രവേശിക്കണോ? പരിശുദ്ധാത്മാവിന് ചോദിക്കാൻ ഒരു ചോദ്യമേ ഉള്ളൂ. പിണക്കം തുടർന്നു കൊണ്ടുപോകുന്നോ,